വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. ഞാൻ ഐസ്ക്രീം ഓർഡർ ചെയ്ത ശേഷം അത് കിട്ടാനായിട്ട് ഒരുപാട് ലേറ്റായി. നിങ്ങൾ എല്ലാവരും പോയിക്കോ. ഞാൻ അവിടെ എത്തിയ ശേഷം നിങ്ങളുടെ പുറകെ വന്നോളാം കേട്ടാ. വെർച്വൽ സിറ്റിയുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ആക്കാൻ പോവുകയാണ്. ഇതിലേക്കുള്ള എൻട്രി റെഡ് ഫ്ലോറിലൂടെ ആയിരിക്കും കേട്ടോ. പിന്നെ പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതേ റെഡ് ഫ്ലോറിൽ വന്ന് നിൽക്കുക കേട്ടല്ലോ. സിറ്റി കാണാനായിട്ട് എന്തൊരു ഭംഗിയാണല്ലേ. ഞാനാണ് ഷെറി, നിങ്ങളുടെ ഹോസ്റ്റും പിന്നെ ദോസ്തുമാണ്. ഈ വെർച്വൽ സിറ്റിയിൽ നിങ്ങളെ സ്വാഗതം ചെയ്ത് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നതാണ്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവും ഞാൻ നൽകുന്നതാണ്. ഇത് അടിപൊളിയാണല്ലോ. എന്നാ പിന്നെ നമുക്ക് എൻജോയ് തുടങ്ങാം. അവസാനം ഞാൻ ഉദ്ദേശിച്ചത് തന്നെ നടന്നു. എന്റെ രേവ, എന്തൊരു തണുപ്പാണ്. എനിക്ക് ഈ ചൂടിലിരിക്കാനാണ് ഏറെ ഇഷ്ടം. അല്ലല്ല, തണുപ്പാണ് ഏറ്റവും രസമുള്ളത്. ആദിക്ക് ഇഷ്ടം ചൂടാണ്, പിന്നെ രേവിക്ക് ഇഷ്ടം തണുപ്പാണ്. ഈ വെർച്വൽ സിറ്റിയിൽ എല്ലാവർക്കും വേണ്ടി ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം സർവീസ് ഓഫർ ചെയ്യുന്നതാണ്. അടിപൊളി. ഇത്ര പെട്ടെന്ന് ഇത്രയധികം തണുപ്പോ? പക്ഷേ എനിക്കുണ്ടല്ല, ചൂടാണ് തോന്നുന്നത്. എന്റെ രേവോ, ആദി, ഇത് എത്ര നല്ല സ്ഥലമാണെന്ന് അറിയോ? ഇവിടുന്ന് എനിക്ക് ഒരിക്കലും പോകാനേ തോന്നുന്നില്ല. ശരിയാണ് ശിവ, പക്ഷെ നമുക്ക് കുറച്ചു സമയം മാത്രമല്ലേ ഇവിടെ നിൽക്കാൻ പറ്റൂ. എല്ലാവരും ഇവിടെ വന്ന ശേഷം പോകാറുണ്ട്. ഈ ഷെറിയുടെ കൂടെ ആരും തന്നെ നിൽക്കാറില്ല. പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാവരുത്. ഈ ചെറിയ അവിടെ എന്താ ചെയ്യുന്നത്? നീ അവിടെ തന്നെ നിക്ക്, ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വന്നേക്കാം. ഈ റെഡ് ഫ്ലോർ എന്താണ് വർക്ക് ചെയ്യാത്തെ? ഈ വെർച്വൽ സിറ്റിയിൽ ആര് തന്നെ വന്നാലും ഈ ഷെറിയെ അവരുടെ കൂട്ടുകാരി ആക്കാറുണ്ട്. പിന്നെ എന്നെ തനിച്ചാക്കിയിട്ട് എല്ലാവരും പോകാറുണ്ട്. ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഇനി എന്നും നമ്മൾ എല്ലാവരും ഒന്നിച്ച് ഇവിടെ തന്നെ ഉണ്ടാകും. ഒരു ചെറിയ സന്തുഷ്ടമായ ഒരു ചെറിയ കുടുംബം പോലെ. എന്റെ കൂട്ടുകാരെ, നിങ്ങൾ എൻജോയ് ചെയ്തോളൂ. പക്ഷെ ചെറി, ഞാൻ പറയുന്നൊന്ന് കേക്ക്.
എനിക്കാണെങ്കിൽ യുഡിയെ കോൾ ചെയ്യാനും പറ്റുന്നില്ല. എങ്ങനെയെങ്കിലും നമ്മൾ ഇവിടെ അപകടത്തിലാണെന്നുള്ള കാര്യം അവനെ അറിയിച്ചേ പറ്റൂ. അതുകൊണ്ട് അവൻ പുറത്തു നിന്ന് നമുക്ക് എമർജൻസി ഡോട്ട് ചിലപ്പോ ഓപ്പൺ ചെയ്താലോ? ശിവയും രേവയും ആദ്യമൊക്കെ അവിടെ കുടുങ്ങിയിരിക്കാണ്. അവരെ പുറത്ത് കടക്കാനുള്ള എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചാ പറ്റൂ. കൂട്ടുകാരെ, യുഡി അതാ വാതിൽ തുറന്നിരിക്കുന്നു. ഇവിടെ നിന്നും പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എല്ലാ വഴികളും ഞാൻ ഇപ്പോ അടച്ചിരിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ഞാൻ നന്നായി നോക്കിക്കോളാം. ഈ ചെറിയ ആള് ഭയങ്കര സാധനമാണല്ല. നമ്മളെ പ്രോഗ്രാം ചെയ്ത് ഇവളെങ്ങനെ തടവിലാക്കോ? അതെ, ശരി, ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. എല്ലാ പ്രോഗ്രാമിന്റെയും കോഡ് അവരുടെ അടുത്ത് തന്നെ കാണാറുമുണ്ട്. അതുകൊണ്ട് ഷെറിയുടെ കോഡ് ചിലപ്പോൾ ഈ വെർച്വൽ സിറ്റിയിൽ ഉണ്ടാവും. ഇവരുടെ കോഡ് നമ്മൾ ഡീആക്റ്റീവ് ചെയ്ത് ഷെറിയെ ഇവിടെ തന്നെ നിർത്താനാകും. ഫ്രണ്ട്സ്, എല്ലാവരും ഒന്ന് അടുത്ത് വരൂ. എൻ്റെ അടുത്തൊരു ഉഗ്രൻ പ്ലാൻ ഉണ്ട്. ശരി, പ്ലീസ് ഒന്നിങ്ങോട്ട് വന്നേ. നമുക്കൊരു പുതിയ ഗെയിം കളിക്കാം. അതെ ശരി, നമ്മളൊരു സ്റ്റാച്ചു ഗെയിം കളിക്കാമെന്ന് ആലോചിക്കുകയാണ്. ഈ ഗെയിമിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാച്ചു അപ്പോൾ അതിങ്ങനെ നിൽക്കണം. ഏറ്റവും കൂടുതൽ മാർക്ക് എടുക്കുന്നവരാണ് വിന്നർ. ശരി, ഈ ഗെയിം കളിക്കുന്നതാണ്. സ്റ്റാച്ചു അവിടെ നിൽക്കൂ ശിവ. എന്റെ കോഡിൽ നിന്നും നീ ദൂരേക്ക് പോകണം, പെട്ടെന്ന് തന്നെ. Booster shoes activate. ആദി, ദേവ, പെട്ടെന്നാവട്ടെ. അതാണ് എമർജൻസി ഡോറ്. ഈശ്വരിയെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകരുത്. തിരിച്ച് വരൂ.
അയ്യൂടി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങളെല്ലാരും നന്നായിരിക്കല്ലേ? എല്ലാം ശരിയായി. ഒന്നും ശരിയായിട്ടില്ല. ബഡി, നീ പ്രോഗ്രാം ചെയ്ത ഷെറി ആ വെർച്വൽ സിറ്റിയിൽ ഒറ്റപ്പെടൽ അനുഭവപ്പെടുകയാണ്. പക്ഷേ പ്രോഗ്രാം ഞാൻ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാ? ഇനി നമ്മൾ ഷെറിയുടെ പ്രോഗ്രാം ഈ റോബോട്ടിലേക്ക് കോപ്പി ചെയ്യണം. അപ്പൊ ഷെറി വെർച്വൽ സിറ്റിയിൽ നിന്നും നമ്മളെ പോലെ പുറത്തേക്കൊക്കെ പോവുന്നതാണ്. താങ്ക് യു കൂട്ടുകാരെ. ഞാൻ നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചു. എന്നാലും അതൊന്നും വകവയ്ക്കാതെ നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തി. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വെർച്വൽ സിറ്റിയിൽ ഒരു ദിവസത്തെ ഫ്രീ വെക്കേഷൻ തരാൻ ആഗ്രഹിക്കുന്നു. എന്താ വെക്കേഷനാ? വേണ്ട വേണ്ട, ഞങ്ങളെല്ലാവരും എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. Watch India's largest kids library only on Jio Hotstar. Download the app now.